ഇങ്ങനെ പറന്ന് ചുറ്റി കറങ്ങാൻ നല്ല രസമുണ്ട് കേട്ടോ. പറഞ്ഞതുപോലെ ഇതിന് നല്ല രസമുണ്ട് കേട്ടോ. ഞാനും നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. ഐഡിയ രുദ്ര, നമുക്ക് കുറച്ച് കുട്ടിക്കുറുമ്പ് ചെയ്താലോ? രുദ്ര രക്ഷിക്ക്. ഇത്ര സ്പീഡിൽ എന്തിനാ പ്ലെയിൻ ഓടിക്കുന്നേ? രക്ഷിക്ക്. എനിക്ക് മരിക്കാൻ ആഗ്രഹമില്ല. എന്നെ രക്ഷിക്ക് രുദ്ര, എന്നെ രക്ഷിക്ക്. താങ്ക് യു രുദ്ര. ഇനി ഞാൻ ഒരിക്കലും പുറകിൽ ഇരിക്കില്ല. ഞാൻ മാജിക്, ഞാൻ മായാജാലം. എന്നെ കണ്ടു പേടിക്കാം. ഞാനാണ് ഷകാൽ. രുദ്രയും അവന്റെ കൂട്ടുകാരും എങ്ങോട്ടോ പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എനിക്ക് മാത്രം അറിയാവുന്ന ഒരു കവേർഡ് മജീഷ്യന്റെ പാലസ് ഉണ്ട്. ഷാക്കാലിന്റെ ഈ ചെകുത്താൻ മൈൻഡിനകത്ത് അതിഗൂഢമായൊരു പ്ലാൻ ഉദിച്ചിരിക്കുകയാണ്. അത് ഞാനിപ്പോൾ പുറത്തെടുക്കാൻ പോവുകയാണ്. ചെല്ല. ഞാൻ എന്റെ പ്ലാൻ പ്രാവർത്തികമാക്കാൻ പോവുകയാണ്. രുദ്രയെ ഈ പ്രാവശ്യം ഞാൻ കുടുക്കിക്കളയും. അകീറ സകീറ ബസൂക്ക. ഹിപ്നോട്ടൈസോ. എന്താടാ, നിനക്ക് ഇൻവിറ്റേഷൻ തരണോ? വാ. ഷാക്കാൽ, നമ്മൾ യൂണിക്കോണിൽ രുദ്രയുമായി റേസിംഗ് ചെയ്യാനോ മറ്റോ പോകാണോ? മിണ്ടി പോവരുത്. ഷാക്കാലിന് ആരുമായിട്ടും റേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഡയറക്ഷനിൽ കൗൺ മജിഷ്യൻ താമസിക്കുന്നുണ്ട്. അവൻ ശരിക്കും ഒരു പേടിത്തൊണ്ടനാണ്. പക്ഷെ അവന് ഒരു തവണ ദേഷ്യം പിടിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവന്റെ ശക്തികൾ വളരെ അധികമാവുന്നതാണ്. അത്രയേ ഉള്ളൂ. എനിക്ക് ആ രുദ്രയെയും പിന്നെ ആ കവേർഡ് മജീഷ്യനെയും തമ്മിൽ ഫൈറ്റ് ചെയ്യിക്കണം. പിന്നെ ഈ രുദ്രയുടെ നീണ്ട യാത്രയുണ്ടല്ലോ, അതൊരൊറ്റ സെക്കൻഡിൽ അവസാന യാത്രയായി മാറും. അവൻ എത്തുന്നതിന് മുമ്പ് ഷോർട്ട് കട്ടിലൂടെ നമുക്ക് അവിടെ എത്താം. ഇതാണ് കവേർഡ് മജീഷ്യന്റെ പാലസ്. ആരുമില്ല കിങ്. ഈ ഡോഗി ഇവരെന്നെ പേടിപ്പിച്ച് കളഞ്ഞു. അകീറ സകീറ ബസൂക്ക ഫ്രീസോ. ഷാക്കാലോ, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? ഞാൻ മുകളിൽ കൂടെ പറന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് രുദ്രയുടെ യൂണിക്കോൺ ഇവിടെ കുടുങ്ങി കിടക്കുന്നത് കണ്ടത്. അപ്പൊ നിന്നെ ഒന്ന് വാൺ ചെയ്യാമെന്ന് കരുതി. പക്ഷേ യൂണിക്കോൺ എങ്ങനെ എവിടെ വന്നത്? നമുക്കതിനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. ഒന്നും അറിയില്ല. രുദ്ര അവൻ വേൾഡ് ടൂറിന് ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷേ അതിനു മുമ്പ് അവൻ തന്റെ യൂണിക്കോണിനെ പറഞ്ഞയച്ചിരിക്കുകയാണ്. ആരെങ്കിലും അവന്റെ യൂണിക്കോണിനെ പിടിച്ചു കെട്ടുകയാണെങ്കിൽ രുദ്ര അവന്റെ സിറ്റിയെ പൂർണ്ണമായി നശിപ്പിച്ചു കളയും. അതിനുശേഷം മാത്രമാണ് അവൻ സംസാരിക്കുന്നത്. എന്ത് ചെയ്യുമെന്നാ പറഞ്ഞത്? എല്ലാം നശിപ്പിക്കും, എന്നിട്ട് അവൻ സംസാരിക്കും. പക്ഷെ ഞാൻ സത്യമായിട്ട് പറയുകയാണ്, ഞാൻ രുദ്രയുടെ യൂണിക്കോണിനെ പിടിച്ചു കൊണ്ടുവന്നിട്ടില്ല. അതെങ്ങനെ ഇങ്ങോട്ട് വന്നെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ആ കാര്യം അവനോട് പറഞ്ഞേക്കാം.
എന്താ നീ പറയുന്നത്? നീ ശരിക്കും ഒരു പാവമായി പോയല്ലോ. നീ അങ്ങനെ പറഞ്ഞാൽ അവൻ വിശ്വസിക്കുമെന്ന് കരുതിയോ? ഞാൻ പറയുന്നത് കേക്ക്. ഇവനെ നീ പാലസിനകത്ത് കെട്ടിയിട. കിങ്, ഷാക്കാൾ പറഞ്ഞത് ശരിയാ. എന്റെ പ്രിയപ്പെട്ട ഡോഗ്സ് എത്ര ക്യൂട്ടാണ്. താങ്ക് യു ഷാക്കാൽ, താങ്ക് യു. പോവാം, എനിക്ക് പോകേണ്ട സമയമായിരിക്കുന്നു. ബൈ. നീയാണ് എന്റെ ട്രംപ് കാർഡ്. നിന്നെ വെച്ച് ഞാൻ രുദ്രയെ അവസാനിപ്പിക്കും. ചെല്ല് യൂണിക്കോൺ, അകത്തേക്ക് ചെല്ല്. പ്രശ്നം നമ്മളെ തേടി വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന എനിക്കൊരു എത്തുപിടിയും കിട്ടുന്നില്ല. രുദ്ര ഇങ്ങോട്ടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ പാലസിനെ മൂടി മറച്ചു വെക്കണം. എന്താ ചെയ്യാ? ചിലന്തി വല കൊണ്ട് ഇവിടെ മൊത്തം മൂടി മറച്ചേക്ക്. ഇവിടെ പാലസ് ഒന്നും ഇല്ലാത്തതുപോലെ മൂടി മറച്ചേക്ക്. സ്പൈഡേഴ്സ്, ചിലന്തി വല കൊണ്ട് ഇവിടെ മൊത്തം മൂടി മറക്കി. ഇനി രുദ്ര ഇവിടെ സ്ഥലം കണ്ടാലും ഇവിടെ നിൽക്കില്ല. അവൻ വിചാരിക്കും ഇവിടെ എങ്ങും ആരുമില്ലെന്ന് വിചാരിച്ചു കളയും. ഷാക്കാൾ എന്ന് വെച്ച് എന്ത് പ്രശ്നമുണ്ടെന്ന് അർത്ഥം? രുദ്ര വരുന്നുണ്ട്. അവനോട് ഞാൻ ഒരൊറ്റ കാര്യം മാത്രമേ പറയുകയുള്ളൂ. ആ കവേർഡ് മജീഷ്യൻ അവന്റെ യൂണിക്കോണിനെ പാലസിൽ തടവിൽ വെച്ചിരിക്കുകയാണെന്ന് പറയും. ഇതുപോലെ പ്രശ്നമായല്ലോ. ഈ ഷാക്കാൽ എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നെന്നാ എനിക്ക് മനസ്സിലാവാത്ത. ഹലോ രുദ്ര, ചുറ്റിക്കറങ്ങാൻ ഇറങ്ങിയതായിരിക്കുമല്ലേ? ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഞാൻ നിന്റെ ജോയ്ലാൻഡിനെ അപഹരിക്കാൻ ശ്രമിച്ചാൽ നീ ഒരു ലോക യുദ്ധത്തിലേക്ക് എത്തിച്ചേരുമല്ലേ? എന്നാൽ ഇന്നൊരുത്തൻ നിന്റെ യൂണിക്കോണിനെ അറസ്റ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ്. എന്നിട്ടും നിനക്കൊന്നും സംഭവിക്കാത്തതുപോലെ റിലാക്സ് ആയി നിൽക്കുന്നത് എങ്ങനെയാ? നീ എന്താ ഈ പറയുന്നത് ഷാക്കാൾ? യൂണിക്കോണിനെ ആരാ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നേ? അങ്ങനെ എല്ലാ ഇൻഫർമേഷനും നിനക്ക് എനിക്ക് തരാൻ പറ്റില്ല. ചെല്ല്, നീ ചെന്ന് സ്വയം കണ്ടുപിടിക്ക. രക്ഷിക്കണേ, ഞാൻ എന്തിനങ്ങനെ എപ്പോഴും താഴേക്ക് വീഴുന്നത്? നീ എത്ര തന്നെ എന്നെ വഴി തടഞ്ഞു നിർത്തിയാലും എന്റെ കയ്യിൽ നിന്ന് നിനക്ക് ഒരു ഇൻഫർമേഷനും കിട്ടാൻ പോകുന്നില്ല. ഇല്ല ഇല്ല ഇല്ല. ഷാക്കാൾ, രുദ്രയുടെ പ്രായത്തെയും അവന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. രുദ്ര, എന്നെ കൊണ്ട് നിനക്കൊന്നും പറയിപ്പിക്കാൻ പറ്റില്ല. ടാറ്റാ, നമുക്ക് പിന്നെ കാണാം. എങ്ങനെയുണ്ടായിരുന്നു എന്റെ പ്ലാൻ സോഗ? ശടാ, ഇവൻ എവിടെ പോയതാ? നമ്മുടെ പിടിയിലാണ്. ഇവനോട് ചോദിക്ക. എന്നെ നോക്ക്, എന്നിട്ട് പറയേ യൂണിക്കോൺ ഇപ്പോൾ ആരുടെ പിടിയിലാണ്? യൂണിക്കോൺ അതിനെ കവേർഡ് മജീഷ്യൻ പിടിച്ച് തന്റെ കൊട്ടാരത്തിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. അതെ, താങ്ക് യു സുഹ. എന്നെ ഇങ്ങനെ തന്നെ അങ്ങ് വിട്ടേച്ച് പോവരുത്. ഇവിടെ ആരും താമസിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്.
ചേടാ ഇതുപോലെ പ്രശ്നമായല്ലോ. രുദ്ര, നമ്മളെ കളിപ്പിക്കാൻ വേണ്ടി ഷാക്കാൽ എന്തോ ഒരു പരിപാടി ഒപ്പിച്ചിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും ചിലന്തി വലകൾ മാത്രമേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യും? രുദ്ര പാലസിന്റെ പുറത്ത് നിൽപ്പുണ്ട്. അവരകത്തേക്ക് വരരുത്. ഡോഗ്സിനെ അയക്കാമെന്ന് വിചാരിച്ചാൽ അവര് പേടിച്ചിരിക്കുകയാണ്. ഇനി എന്താ ചെയ്യാ? കിങ്, നിങ്ങൾ ഈ ഡോഗ്സിനെ റൈനോസ് ആക്കി മാറ്റാത്ത എന്താ? കൊച്ചുകുട്ടികൾ റൈനോസിനെ നേരിട്ട് കണ്ടാൽ പേടിച്ചോടും. നീ പറഞ്ഞത് വളരെ ശരിയാണ്. അവര് റൈനോസിനെ കാണുകയാണെങ്കിൽ ഇവിടെ മൊത്തം കാടാണെന്ന് അവര് വിചാരിക്കും. എന്നിട്ട് എല്ലാരും ഇവിടുന്ന് ഓടിപ്പോയേക്കും. അവരെല്ലാം റൈനോ ആയി കഴിഞ്ഞു. എന്തിനാ അവിടെ നിൽക്കുന്നത്? ചെല്ല്, പുറത്തു പോയി രുദ്രയെ തടഞ്ഞു നിർത്ത്. ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ എല്ലാവരും റൈനോസ് ആണ്, ഡോഗ്സ് അല്ല. ചെല്ല് ചെല്ല്. ഡോഗ്സ് അല്ല, നിങ്ങൾ റൈനോസ് ആണ്, റൈനോസ്. ഇനി കളി രസകരമായിരിക്കും. രുദ്ര, നമ്മളിപ്പോ എന്താ ചെയ്യാ? ഷക്കാൽ അവന്റെ മാജിക് പവർ യൂസ് ചെയ്ത് നമ്മളെ കുടുക്കി കളഞ്ഞിരിക്ക. അല്ല, ഈ റൈനോസിന്റെ ഡോഗീസിനെ പോലെ കുരയ്ക്കുന്നേ. എന്റെ ടോട്ടൽ പ്ലാനും വേസ്റ്റ് ആയല്ലോ. അവരെ പേടിപ്പിച്ച് ഓടിപ്പിക്കാൻ പറഞ്ഞാൽ പക്ഷേ ഇപ്പൊ എല്ലാം തലകീഴ ആയി പോയല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമ്മൾ കുടുങ്ങി പോയെന്ന് തോന്നുന്നു. ഇത് വല്ലാതെ പ്രശ്നമായല്ലോ. ഇവർക്ക് ഡോഗ്സിനെ പോലെ കുറയ്ക്കാൻ കഴിയുമെങ്കിൽ ആഹാരവും ഡോഗ്സിന്റെ ആഹാരമല്ലേ കഴിക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കാം. യെസ് രംഗില. ഇങ്ങോട്ട് നോക്ക് റൈനോ ഡോഗീസ്, എന്റെ കയ്യിൽ എന്താ ഉള്ളതെന്ന്. ഇന്നാ പിടിച്ചോ. രംഗില, പ്ലാൻ വർക്കൗട്ടായി. രുദ്രയും അവന്റെ ഫ്രണ്ട്സും ഇവിടുന്ന് പോയെന്നാണ് തോന്നുന്നത്. നിങ്ങൾ എല്ലാവരും തിരിച്ചു വന്നേക്ക്. ഇതൊരു വ്യത്യസ്തമായ കാഴ്ചയാണല്ലോ. അടിപൊളിയായിട്ടുണ്ട്. രാത്രി സമയത്ത് സ്പൈഡേഴ്സ് ഇവിടേക്ക് വന്ന് വെബ് കൊണ്ട് കവർ ചെയ്യും തോന്നുന്നു. സൺലൈറ്റ് കൊണ്ടതും എല്ലാം കത്തി കരിഞ്ഞു പോകും. ലെറ്റ്സ് ഗോ. നമ്മുടെ യൂണിക്കോൺ ഈ പാലസിന്റെ അകത്ത് തന്നെയുണ്ട്. രുദ്ര പിന്മാറുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ എല്ലാവരും ലൈനിൽ നിൽക്ക്. ഇനി പുറത്തേക്ക് ചെന്നിട്ട് നിങ്ങൾ ഒരിക്കലും വായ തുറക്കരുത്.
ചെല്ല്, ചെന്ന് രുദ്രയും അവന്റെ ഫ്രണ്ട്സിനെയും പേടിപ്പിച്ച് ഓടിപ്പിക്കേ. ചെല്ല്. എന്റെ കടായി, എന്നെ രക്ഷിക്കേ. നീ വിഷമിക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ നിന്നെ രക്ഷിക്കാം. അന്തർ മന്തർ കാലിക്കൽ അന്തർ ചൂ. നീ ഒന്നും ചെയ്യണ്ട, അതൊക്കെ രുദ്ര നോക്കിക്കോളൂ. നീ ഉപകാരം ചെയ്യുന്ന പേരിൽ ഉപദ്രവിക്കുകയാണല്ലോ. രുദ്ര. Вибайска, зубайска, анаконда, пошто! ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. എന്റെ ഐഡിയ വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ സ്ഥലം വളരെ വ്യത്യസ്തമെന്ന് തോന്നുന്നു. റൈനോയും അനക്കോണ്ടയും ഡോഗ്സിനെ പോലെയാണല്ലോ ബിഹേവ് ചെയ്യുന്നത്. രംഗിലോ വീണ്ടും ആ ബോൺ വലിച്ചെറിയൂ, എന്നിട്ട് നമുക്ക് രക്ഷപ്പെടാം. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? രുദ്ര ഇവിടുന്ന് പറഞ്ഞേക്കാനുള്ള എല്ലാ തന്ത്രവും ഫെയിലായി പോയി. ക്വീൻ, ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങൾ ആരാണ്? ഞാൻ ഇതുവഴി പോയതാ, അറിയാതെ ഈ പാലസിൽ കയറിപ്പോയി. പിന്നീട് ഇവിടെയുള്ള രാക്ഷസ രാജാവ് എന്നെ അറസ്റ്റ് ചെയ്ത് വെച്ചു. രാവും പകലും എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക. നിങ്ങളെ കണ്ടിട്ട് നല്ല കുട്ടികളെ പോലെ ഉണ്ട്. വേഗം ഇവിടെ ഓടിപ്പോയിക്കോ, അല്ലെങ്കിൽ രാക്ഷസൻ നിങ്ങളെ ഇവിടെ പിടിച്ചു വെക്കും. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെയും രക്ഷിച്ചിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോവുള്ളൂ. ഞങ്ങളുടെ ഒപ്പം വരൂ. വേണ്ട കുട്ടികളെ, അവൻ വളരെ ക്രൂരനായ രാക്ഷസനാ. അവൻ എന്റെ പുറകെ വന്ന് നിങ്ങളെയും ചേർത്ത് പിടിച്ചു കളയും. എന്നെ എന്റെ പോക്കിന് വിട്ടേക്ക്. നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടോളൂ. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ ഞങ്ങൾ തീർച്ചയായിട്ടും രക്ഷിച്ചിരിക്കും. വരുന്നേ. ഞാൻ അവളെ നിനക്ക് വിട്ടു തരില്ല. നീ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. ഈ മാജിക്കൽ ബോൾ ക്രിയേറ്റോ. അവളെ അങ്ങ് വിട്ടു തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. രുദ്രയുടെ പ്രായത്തെയും അവന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. Zubajska two-star Creato!
ഓ, ഓ, ആ, ആയ്. Oh, Zubaiska, boom, check, boom! ഓ, ഓ, Oh, ഓ, ഓ. രുദ്ര, ഞാൻ നിന്റെ ഫ്രണ്ട് യൂണിക്കോണ്ട് പിടിച്ചൊന്നും കെട്ടിയിട്ടില്ല. ഞാൻ സത്യം പറയാണ്. ഷാക്കാലിനോട് ചോദിക്ക്, അതിനാരോ ഈ പാലസിൽ കെട്ടി വെച്ചിരിക്കായിരുന്നു. പിന്നെ അത് നിങ്ങൾ എന്തിനാ അതിനെ ഒളിച്ചു വെച്ചിരിക്കുന്നത്? ഷാക്കാലാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. ആരെങ്കിലും രുദ്രയുടെ യൂണിക്കോൺ പിടിച്ച് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ രുദ്ര അവരെ മൊത്തമായിട്ട് നശിപ്പിച്ചു കളയുമെന്ന്, എന്നിട്ടേ സംസാരിക്കുള്ളൂ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ആകെ പേടിച്ചു പോയതാണ്. പിന്നെ ഇവിടുത്തെ ജോലിക്കാരിയല്ല, എന്റെ ക്വീൻ അസുമതിയാണ്. ഓ സോറി. യൂണിക്കോണ്ട കൊണ്ടുവാ. ഓക്കേ. ഷക്കൾ ഒരിക്കലും നന്നാവില്ലെന്ന് എനിക്കറിയാം. അവന്റെ കഥ ഞാൻ പിന്നെ നോക്കിക്കോളാം. സോറി, ഞങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായല്ലേ. നീ എന്നെ നേരിട്ട് കണ്ടിട്ട് വേണ്ടേ എന്നെ എന്തെങ്കിലും ചെയ്യാൻ. പക്ഷേ അടുത്ത പ്രാവശ്യം ഞാൻ നിന്നെ വെറുതെ വിടുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ ഇപ്രാവശ്യവും തോറ്റുപോയിട്ടില്ല. ഞാനാണ് മാജിക്, ഞാനാണ് മായാജാലം. എന്നെ കണ്ട് പേടിക്കല്ലേ. രുദ്ര, നീ ഞങ്ങളുടെ പാലസിലേക്ക് വന്നതുകൊണ്ട് ഞങ്ങളുടെ വിരുന്നുകാരനാണ്. വരൂ, നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. അങ്ങനെ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. വാ, വേഗം പോയി എന്തെങ്കിലും കഴിക്കാം.